അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വ്ളോഗ് 1 വ്ളോഗ് 2 എന്ന് പറഞ്ഞിട്ടതാണെങ്കിൽ ഇപ്പോൾ വ്ളോഗ് 1000-ൻ്റെ 2000-ൻ്റെയൊക്കെ മേലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നത്. അന്ന് എനിക്ക് ആ ഒരു ഐഡിയ വന്നില്ല കേട്ടോ. ഇപ്പോഴിങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ ഇരുന്ന് വീഡിയോ ഒക്കെ എണ്ണി ക്യാപ്ഷനൊക്കെ മാറ്റി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എപ്പോഴത്തെയും പോലെ പാല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം പോയിട്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ നരിച്ചെടുത്തു. ഈ പാലെന്തിനാ എന്നും അരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടിയോ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ എന്നും പാലെന്തിനാ അളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഒരേ അളവിലല്ല ഞാൻ ചായ വെക്കാറ് കേട്ടോ. അതുകൊണ്ടാണ് പാല് ഡെയിലി അളക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പാല് ഈസി കുക്കിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചായ ഇതിലും വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്യാസ് കിട്ടുന്നതിന് മുമ്പ് ഗ്യാസ് തീരുമോ എന്ന് പേടിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെയല്ല ഞാൻ ഗ്യാസ് അങ്ങനെ പിശുക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുക്കിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എനിക്ക് ഇപ്പോൾ ടെൻഷൻ ആവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ തന്നെ ഉള്ളൂ കേട്ടോ, എന്നും വന്ന് ഗുഡ് നൈറ്റ് പറയുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഇതൊന്നുമില്ല, തിരിച്ച് ഗുഡ് നൈറ്റ് പറയാമെന്നല്ലാണ്ട്. അങ്ങനെ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണ്, പക്ഷേ ഇന്ന് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഊറ്റി അങ്ങോട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ, നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചായയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കപ്പിലാക്കിയിട്ട് ഇരുന്ന് കുടിക്കാം. ഞാൻ എന്നത്തെയും പോലെ 2-3 സിപ്പ് ചായ കുടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇന്ന് പക്ഷേ ഞാൻ ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ പോലെ ആ ഒരു 2 സിപ്പ് കുടിക്കണത് ഭയങ്കര എൻജോയ് ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയാൽ എവിടെയെങ്കിലും പോയാൽ എനിക്കുള്ള ഒരു ടെൻഷൻ എന്താണെന്നറിയോ, അഞ്ചിനി 2 സിപ്പ് ചായയല്ലേ കുടിക്കുള്ളൂ, എന്നാൽ അത് മതി എന്നും പറഞ്ഞ ആരെങ്കിലും എനിക്ക് അത് മാത്രം തരുമോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ തന്നെ ആലോചിച്ച് കൂട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ്. പുറത്തുനിന്നുള്ള ചായ പൊതുവേ എനിക്കിഷ്ടമല്ല കേട്ടോ, സത്യം പറയാം. ഞാൻ ഉണ്ടാക്കുന്ന ചായ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ, സത്യം. കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മധുരം ഇട്ടിട്ടൊക്കെ തരും, അത് നമുക്ക് അൺസഹിക്കബിളാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു ചായപ്പൊടി യൂസ് ചെയ്ത് അത് ശീലവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ചായ, പിന്നെ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം കോഫിയാണ് കുടിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം സിറ്റ് ഔട്ടിലൊന്ന് വേഗം പോയിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ എനിക്ക് ടൈറ്റായി വന്നുകൊണ്ടിരുന്ന ഡ്രസ്സാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഞാൻ നിർത്തുന്നില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം 68 ആവട്ടെ, പിന്നെ 65 ആവട്ടെ, പിന്നെ അതിലും താഴെ വരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഞാനും മോനും കൂടെ ജിമ്മിന് പോകുമ്പോൾ ഞാൻ 58 കിലോ ആക്കുന്നു ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ജിനിമ അവസാനം തേഞ്ഞ് ഒന്നും ഇല്ലാണ്ടാവുന്നു അവൻ എന്നോട് കേട്ടോ. അങ്ങനെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെയൊക്കെ തട്ടിക്കൊട്ടി അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി നിന്നു. ഇനി നമുക്ക് ചവിട്ടിയൊക്കെ ഒന്ന് വേഗം വിരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് എന്നത്തെയും പോലെ. ജിനി ഇപ്പോൾ ഏജ് എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട്. ഏജും സാലറിയും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ പറയാം. ഞാൻ 91-ലാണ് ജനിച്ചത്, എനിക്ക് 35 വയസ്സായി. ഇനി മാർച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് 36 വയസ്സ് പൂർത്തിയാകും കേട്ടോ. അയ്യോ, 36ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ എനിക്ക് ഇനി വരാൻ പോകുന്നത്. ശരിക്കും അന്തം വിട്ടു പോവുക, ഞാൻ ഇത്ര വർഷമൊക്കെ ജീവിച്ചോ അടച്ചോനെ എന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സോയ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കുക, തിളപ്പിച്ചൊന്നും എടുക്കണില്ല. ഒരു 2-2.5 കപ്പ് എടുത്തു. ഇതൊരു 3/4 കപ്പ് റൈസും എടുത്തു. പക്ഷെ അത് ഓവറായി പോയിട്ടൊന്ന് കുക്കറിൽ കഴുകിയിട്ട് വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വെക്കുകയാണ്. പക്ഷേ കുക്കർ അടയുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് സോയ ഒന്ന് ചൂടാക്കി ഫ്ലെയിം ഓഫാക്കി വെച്ച് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അവർക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ. ഞാൻ വേഗം പോയിട്ട് വാഷിങ്ങിനിട്ടു. രാവിലെ തന്നെ ഒരു വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ 2 വാഷ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു വാഷ്. ഇക്ക വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തുണികൾ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയപ്പം എല്ലാ സൗകര്യവും ഉണ്ട്. മൂപ്പരനെ അവിടെ നിന്ന് അലക്കി തേച്ച് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോയയ്ക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തിലോട്ട് ആക്കിയെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, നമ്മുടെ കടലമാവ്, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇടുകയാണ്. സോയ
സോയ ഇതാ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അരി വെന്തപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫാക്കി വെച്ചു കേട്ടോ. സെല്ല റൈസാണ്. പിന്നെ സോയ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇച്ചിരി കറിവേപ്പില കൊത്തിയരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ പൊരിച്ചതും കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊരിച്ച സോയ വെച്ചിട്ട് ഞാനൊരു ഫ്രൈഡ് റൈസ് പോലെ ഒരു സംഭവമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കുട്ടികൾക്ക് കൊടുക്കണ്ടേ. കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടി ആയാൻ മാത്രമല്ലേ കൊണ്ടുപോകണുള്ളൂ. റിഹാനിന് കോളേജിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ സോയ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് പകുതി സോയയും കൂടി വറുത്തെടുക്കാനുണ്ട്. അപ്പോഴത്തേക്കും ആ എണ്ണ കംപ്ലീറ്റ് വലിച്ചെടുത്തു. ഇതാണ് സോയൻ്റെ ഒരു പ്രശ്നം കേട്ടോ. എപ്പോഴും കഴിക്കണം അത്ര നല്ലതൊന്നല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് കഴിക്കുക, ഈ ഡ്രൈ റോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ സെല്ല റൈസ് ഞാൻ തിളപ്പിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നാക്കിയിട്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉള്ളി ഇട്ട് കൊടുത്തു. അതിലോട്ട് തന്നെ ഒരു പകുതി സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 എഗ്ഗ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അടച്ചു വെച്ചു. ഇതൊന്ന് വെന്തിട്ട് നമുക്ക് കുത്തി അടക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുത്തി അടച്ചിട്ട് ഇതിലോട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. റൈസ് ബോയിലാക്കിയതും ചേർത്തി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. പിന്നെ നമുക്കിത് ഇങ്ങനെ മാത്രം വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇച്ചിരി ഗരം മസാലയും കറിവേപ്പില കൊത്തിയരിഞ്ഞതും പിന്നെ സോയ ഫ്രൈ ആക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് ഇച്ചിരി സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഫ്രൈഡ് റൈസ് മോഡലിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇച്ചിരി സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് അവൻ്റെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഡെയിലി ഇങ്ങനെ മാറി മാറി ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ ഫ്രൈ ആക്കിയതും കൂടെ വെച്ച് കൊടുത്ത് അടച്ച് അവൻ്റെ ലഞ്ച് സെറ്റാക്കി. അപ്പോൾ എനിക്ക് രാവിലെ വേറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ അവനോട് ഇതന്നെ ഒന്ന് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. യെസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് ആൾക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ലഞ്ചിന് കൊണ്ടോ ഇതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അവനും അവിടെ ഇരുന്ന് കുശലൊക്കെ പറഞ്ഞു. ഇന്നത്തെ എൻ്റെ തംബ്നെയിൽ നോക്കടാ എന്ന് പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുത്താണ് കേട്ടോ. കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിൽ എൻ്റെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിരി വരും. അങ്ങനെയാണ് ഞാൻ നമ്പം വിട്ട് നോക്കണ ഒരിതാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലേ ഇപ്പോൾ പോയി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേഗം അടിച്ചു വാരാൻ വേണ്ടി വന്നു. ഇനി അടിച്ചു വാരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം നമുക്കിന്ന് മീൻ കിട്ടാൻ പോവുക കേട്ടോ. മീൻ വരുന്നുണ്ട്, ഇല്ല എന്നല്ല, അയല മത്തി അങ്ങനത്തെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മീൻകാരൻ നമുക്ക് നന്നാക്കി തരും. അത് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ നന്നാക്കണം. അതും മടിച്ചിട്ട് നമ്മൾ മേടിച്ചില്ല. പിന്നെ കുറച്ചായിട്ട് ഉപ്പാക്കൊന്നും മീൻ കഴിക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ മീൻ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊക്കെ കൊതിയാവാൻ തുടങ്ങി. അപ്പോൾ മീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മേടിക്കല്ല. എനിക്കും ഉമ്മാക്കൊക്കെ കൊതിയാവാൻ തുടങ്ങി. അപ്പോൾ കിട്ടിയ മീൻ മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഇന്ന് വിളിച്ച് നോക്കിയിട്ടോ നമ്മളെ മീൻകാരനെ. അപ്പോൾ അവർ അയലുണ്ട് പിന്നെ ചെമ്പല്ലി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടും നമ്മൾ പറഞ്ഞു. അവർ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരും കേട്ടോ ക്ലീനിങ്. അപ്പോഴത്തേക്കും ഞാൻ മസാലയും കറീൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തു കേട്ടോ. അങ്ങനെ എൻ്റെ ഏജ് പറഞ്ഞു അല്ലേ. സൂപ്പർ ഫാമിലി മാഷാ അല്ലാ. പുട്ടുപൊടി എത്രയാണ് ചേർക്കുന്നത്? ഉമ്മാനെ കാണാറേ ഇല്ലല്ലോ. ഉപ്പാക്ക് സുഖാണോ? ഇക്ക എവിടെ? ഇക്ക വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇക്ക ഈ ആഴ്ച വന്നിട്ടില്ല. പിന്നെ ഉമ്മാക്ക് സുഖമാണ്, ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പുട്ടുപൊടി 200 ഗ്രാം ഉഴുന്നിൽക്ക് 1/2 കിലോ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പ് ചോറും. അങ്ങനെ അയൻകുട്ടി സ്കൂളിലോട്ട് പോയി. അതിനുശേഷം നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബോയിൽ ചെയ്തൊന്ന് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ട് എല്ലാം ആദ്യം കാണണം. ഓരോ റെസിപ്പി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. റെസിപ്പികളും ലഞ്ച് ബോക്സും ഒക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണണം. ഡെയിലി ഒരേപോലെ ആണെങ്കിലും ഞാൻ അതിൽ ഒരുപാട് റെസിപ്പി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഡെയിലി ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യുന്ന ഒരു ഇതിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അതുമാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതേ പറ്റുള്ളൂ. ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് ട്രാവൽ പോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എന്താണോ പറ്റുന്നത് അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഒരു യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.
റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് വെച്ചാൽ അങ്ങനെ ചെയ്യണം, അല്ല ഇതാണ് വെച്ചാൽ ഇങ്ങനെ, വരയാണ് വെച്ചാൽ വരയ്ക്കാം, വെറും കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്താണോ ഡെയിലി പറ്റുന്ന ഒരു കാര്യം അത് മാത്രം ചെയ്തിട്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ചാനൽ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. മുളക് ചട്നിയിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചട്നി താളിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പൊടിയുണ്ട്, പിന്നെ എഗ്ഗ് ബോയിലാക്കിയതും ഇഡലി ആയതും ഞാൻ ഇതുപോലെ എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഇഡലി നമ്മുടെ കാസറോളിലോട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജി എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് കുക്കിംഗ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ പാത്രം കഴുകാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ ഡിഷ് വാഷർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു ലൈഫിൽ എന്തോ വലിയൊരു കാര്യം സംഭവിച്ച പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരുപാട് സമയം ലാഭം കിട്ടിയ പോലെയുണ്ട്, മാത്രമല്ല പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ തടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, വീഡിയോ എന്നും കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു, സൂപ്പർ വീഡിയോ. ഹായ് ജിനി, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം. അതേപോലെ തന്നെ ഇഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ട് എഗ്ഗും പുഴുങ്ങാന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല, ഇനി ആലോചിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചായ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പുട്ടുപൊടിയുടെ അളവ് എത്ര കറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 1/2 കിലോ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഷക്കി അമീർ അതിന്നൊരു നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഡയറ്റ് പ്ലാൻ വേണം, നീ എങ്ങനെ ഫോളോ ചെയ്തത് അത് ക്ലിയർ ആയിട്ട് പറയണമെന്ന്. ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞത്. ഇന്ന് ഞാൻ തണ്ണിമത്തന് എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഞാൻ എഗ്ഗാണ് കഴിക്കാറുള്ളത് രാവിലെ. അതിലിങ്ങനെ ഫ്രൂട്ട്സ് മാറി എടുക്കും. ഇനിയിപ്പോൾ കടല പുഴുങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ കേട്ട് എല്ലാവർക്കും മടുക്കുമെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്താൽ ഒന്നുകൂടി പറയാം. അതായത് 8:30ക്കാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആക്കാറ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ബ്രേക്ക് ആക്കും. ഒരു 9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, അത് എഗ്ഗ് ഫ്രൂട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഒരു കോഫി എടുക്കാം വിത്തൗട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് വെജിറ്റബിൾ നമ്മുടെ എഗ്ഗ് വേണമെങ്കിൽ എടുക്കുക. ഒരു ദിവസം 3 എഗ്ഗ് എടുക്കുക. ആ 3 എഗ്ഗ് നിങ്ങൾക്ക് 3 നേരങ്ങളിലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കുക. അപ്പോൾ എന്തായാലും മീനുണ്ടെങ്കിൽ എടുക്കാം, വിത്തൗട്ട് ഓയിൽ കേട്ടോ എല്ലാം. പിന്നെ ചിക്കൻ കറി എടുക്കാം, അതുപോലെ ചിക്കൻ കറിയത്തെ പീസസ് കേട്ടോ, കറിയല്ല. പിന്നെ കടല പുഴുങ്ങാം, ചെറുപയർ പുഴുങ്ങിയത്, സോയ എടുക്കാം, തൈര് ഒരു ബൗൾ എടുക്കാം, വെജിറ്റബിൾ ധാരാളം എടുക്കുക, ഏത് ടൈപ്പ് വെജിറ്റബിളും എടുക്കാം. ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കി. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഒരു കോഫി കുടിക്കാം. അതിൻ്റെ കൂടെ ബദാമോ ഡേറ്റ്സൊക്കെ എടുക്കാം കേട്ടോ. ഡേറ്റ്സൊക്കെ 2 എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച അതേ ഫുഡ് തന്നെ 7 മണിക്കും കഴിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2.5 ലിറ്റർ വെള്ളം കുടിക്കണം. നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. എനിക്ക് 2.5 ലിറ്റർ മതിയായിരുന്നു, അപ്പോൾ അത് കുടിക്കുക. പിന്നെ 7 മണിയാകുമ്പോൾ നമ്മൾ വെള്ളവും ഫുഡും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് ഫാസ്റ്റിംഗ് ആണ്, അതായത് ഒന്നും കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ 8:30 വരെ ഒന്നും കഴിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ 2 മാസം ഏറെക്കുറെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആവാറുണ്ട്, അതായത് ടൈമിലോ അങ്ങനെയൊക്കെ ഒന്നും ബ്രേക്ക് ആവാറുണ്ട് കേട്ടോ. പിന്നെ തിങ്കൾ വ്യാഴം നോമ്പെടുത്ത് എന്നിട്ട് ബാക്കിയുള്ള ദിവസം അത്യാവശ്യം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഡയറ്റും വേണ്ട, ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, വണ്ണം കൂടുകയുമില്ല, നോമ്പെടുത്ത കൂലിയും കിട്ടും. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ ഞാനിപ്പം വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ പോലെ പറ്റും. പക്ഷേ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തടി കുറയാൻ വേണ്ടി നോമ്പെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളത് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടല്ലോ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരുടെയും ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് കാണാറുണ്ട്, നല്ല ചായ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. വ്ളോഗ് വഴി മതി റിപ്ലൈ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ 200 ഉഴുന്നിന് 500 പാക്ക് പുട്ടുപൊടിയാണോ വേണ്ടത് ചോദിക്കുന്നുണ്ട്. അതേ മുത്തേ, അത് തന്നെയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. ചായ തീമല് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാത്രം കഴുകാനും അതെടുത്ത് വെക്കാനൊക്കെ പോയത് കേട്ടോ. അപ്പോഴേക്കും ചായ ആയി.
പിന്നെ ചായയൊക്കെ അരിച്ചെടുത്ത് നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നു. ഈ സമയത്ത് ഞാൻ പാല് കുടിക്കാറില്ല, ഞാൻ ചായ തന്നെ കുടിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടാൽ പിന്നെ വേറൊന്നും കാണൂല. എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലിയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുട്ടികളോട് സലാം പറഞ്ഞിട്ട് കിടക്കാൻ ശീലിക്ക് ജിനി. ഗുഡ് നൈറ്റ് വേണ്ട, ബാഡ് കമൻ്റ് ആയിട്ട് കരുതരുത്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്ന ആളാണ് ഞാൻ. ഓക്കെ മുത്തേ, ഞാൻ ഇനി അങ്ങനെ തന്നെ ശീലിപ്പിക്കാം കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ ഹലോ, തടി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. റാഗി സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചാൽ തടി വെക്കുമോ? എനിക്ക് തടി വേണ്ട, തടി വെക്കും അരുത്, ഞാൻ കഴിക്കാറില്ല. പാൽ ഒഴിക്കാൻ പറ്റുമോ? ഒന്ന് ക്ലിയർ ചെയ്യണം. പാലൊഴിച്ചാൽ തടി വെക്കുമോ? എനിക്ക് തടി വേണ്ട. അത് ഇങ്ങനെ ചോദിക്കുന്നത്. റാഗി ഡെയിലി കഴിച്ചാൽ തടി വെക്കും. പക്ഷേ റാഗി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ റാഗി കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചോറിൻ്റെ ഡബിൾ കാലോറി ഉണ്ട് റാഗിയിൽ. അപ്പോൾ നമ്മൾ 1-2 സ്പൂണ് വേവിച്ച റാഗി എടുത്തിട്ട് സ്മൂത്തി അടിച്ചാൽ മതി, എന്നിട്ട് കുടിക്കുക. അതിലോട്ട് നമുക്ക് വേറെ ഫില്ലിങ് ചേർക്കാം. അതായത് പഴം ചേർക്കാം, ആപ്പിൾ ചേർക്കാം, ഡേറ്റ്സ് ചേർക്കാം, പാല് ചേർക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് ചേർക്കണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ റാഗി സ്ഥിരം കഴിച്ചാൽ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. പക്ഷെ അളവ് വളരെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തടി വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫിഷ് വന്നത് വേഗം അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു. ക്ലീനാക്കി കിട്ടിയതാണ്, നമ്മൾ എന്നാലും കഴുകിയെടുക്കണമല്ലോ. കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ മസാല റെഡിയാക്കണത് നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ. ഞാൻ സ്ഥിരം നമ്മൾ ചെയ്യണ അതേ മസാല തന്നെയാണ്, വേറെ ഒരു മാറ്റി പിടിച്ചിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഉപ്പ്, വിനീഗർ, വെളിച്ചെണ്ണ. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥിരം മസാല. ഏത് മീനിൽക്കും പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ. നല്ലോണം അകത്തേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ചെമ്പല്ലിയിലാണ് ഈ മസാല ഒന്ന് റെഡിയാക്കി കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു ബോക്സിലേക്ക് മാറ്റി. ഈ പാത്രത്തിൽ തന്നെ കുറേ മസാല ബാക്കി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പാത്രത്തിൽ തന്നെ ഇനി ബാക്കി മസാല വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കിയിട്ട് നമ്മുടെ അയിലയും അതിൽ തന്നെ മസാല കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കറിൽ 2 വിസിലൊന്നും വേണ്ടത്ര, 1 വിസിൽ മതി എഗ്ഗ് വേവാൻ. ഓക്കെ. പിന്നെ നമുക്ക് കുറേ ഹാർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് FBയിൽ നോക്കാം അല്ലേ, നമ്മുടെ വീഡിയോൻ്റെ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ FBയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. FBയിൽ എനിക്ക് 10K അങ്ങനെ അത്യാവശ്യം വ്യൂ വരാറുണ്ട്. പക്ഷേ FBയെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് വ്യൂ വന്നാലാണ് FBയിൽ അത്രയും റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അയലതാ ഇവിടെ മസാല കൂട്ടിയെടുക്കുന്നുണ്ട്. ഇനി അയലയും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കാരണം ഈ പാത്രത്തിൽ ഇനിയും കുറേ മസാല ഉണ്ടാവും. ആ മസാല ഞാൻ എന്ത് ചെയ്യും, നമ്മളെ കറി വയ്ക്കുമ്പോൾ അതിൽ കൊഴിച്ച് വിടാറുണ്ട് കേട്ടോ. അങ്ങനെ മസാലയൊന്നും വേസ്റ്റ് ആക്കാണ്ട് ഞാൻ എൻ്റെ മീനൊക്കെ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ജിനി ഇഡലി സൂപ്പർ, സുഖമല്ലേ? അതെ സുഖമായിട്ട്. അങ്ങനെ നമ്മൾ 2 വീതം മീനും അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 ദിവസം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീനാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ മീൻ കറിയും കൂടി ഉണ്ടാക്കാം. കറി പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗോ ഉച്ചയ്ക്കോ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഉലുവയും ജീരകം ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മളിവിടെ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ല ആ പാത്രത്തിൽ കുറേ മസാല ബാക്കി ഉണ്ടാവുന്നു, അതിലോട്ട് വെള്ളം ചേർത്തിട്ട് ആ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. അയലക്കറി വെക്കുമ്പോൾ എനിക്ക് ഇച്ചിരി പുളി മുന്തി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിളച്ച് പുളിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലോട്ട് കുഞ്ഞ അയിലയാണ്, ഓരോ അയിലകളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അയില ഒന്ന് വെന്തിട്ട് തേങ്ങ അരച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് താളിച്ചൊന്നും എടുക്കൂല. പിന്നെ ബിന്ദു വിജയൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഡലി ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പിന്നെ കുറേ ഹാർട്ടുണ്ട്, സൂപ്പറുണ്ട്, കുറേ എന്താ പറയുക റെഡ് ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോറടിക്കാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ് കേട്ടോ. അപ്പോൾ
പാലും പഴത്തിൻ്റെ റെസിപ്പി ഇടുമെന്ന് ഞാൻ അതെല്ലാം ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുത്തേ. ഇനി എപ്പോഴെങ്കിലും ലോങ് വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലോങ് വീഡിയോയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ കൊതിപ്പിക്കില്ലടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ മെസ്സേജും കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഞാൻ മീൻകറി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറ് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ അരിയൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ ചോറ് വെച്ചു. ഇനി എന്താ പറയുക, ഓരോന്ന് വെക്കുമ്പോഴും പേടിയുണ്ട് കേട്ടോ, ഗ്യാസ് തീരുമോ അടുത്തത് കിട്ടൂലേ എന്ന്. കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ, കഞ്ഞി അച്ചാറും തന്നെ ഇതന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഇതാ ഞാൻ പാത്രങ്ങൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് വേഗം കഴുകി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതുപോലെ എന്താണ്, അത്ര തന്നെ. ഞാൻ ഉപ്പേരി വെച്ചില്ല കേട്ടോ, സമയം കിട്ടിയില്ല അന്ന് ഉപ്പേരി വെക്കാൻ. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വെണ്ടയ്ക്ക നാളെ വെക്കാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക എന്തായാലും നാളെ വീണ്ടും കറി ഉണ്ടാക്കേണ്ടി വരും. ഇതിപ്പോൾ 2 നേരം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ഏകദേശം തീരും. ഇവിടെയൊക്കെ എല്ലാവരും കറിയുടെ ആൾക്കാരാണ് കേട്ടോ. അത് മീൻകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചോറ് കൂടി കഴിക്കും. ഇന്ന് ഞാൻ ഇത്തിരി ചോറ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചൊരു ഡേ ആണ്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ. എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഒരു മടിയാണ് ഇപ്പോൾ കേട്ടോ, ഒരു വിഷമമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം മസാല കൂട്ടി വെച്ച മീനിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചു. വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം മസാല കൂട്ടി നമ്മുടെ അയല ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കിയതായിരിക്കാം മേ ബി. പിന്നെ അത്രയൊക്കെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മീനൊക്കെ പൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടും കൂടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് വെച്ചിട്ട് ലൈസോളൊക്കെ വെച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ ആ ഒരു ഭാഗത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.